തലസ്ഥാനത്ത് ലഹരി വിരുദ്ധ സന്ദേശവുമായി റിപ്പോർട്ടർ ടിവിയുടെ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ വിഴിഞ്ഞം ഹാർബറിൽ നിന്ന് തുടങ്ങിയ മഹാറാലി മാർ ഇവാനിയോസ് കോളേജിൽ സമാപിച്ചു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ യാത്രയുടെ ഭാഗമായി. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന സന്ദേശത്തിൽ റിപ്പോർട്ടർ ടി വി തുടങ്ങിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മലബാറിൽ നടത്തിയ പര്യടനത്തിന് ശേഷമാണ് തലസ്ഥാന നഗരിയിലെത്തിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സാക്ഷിയാക്കി തുടങ്ങിയ മഹാറാലി വിഴിഞ്ഞം ഇടവക വികാരിയും ജുമാ മസ്ജിദ് ഇമാമും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ലഹളക്കെതിരെയുള്ള പ്രത്യേകിച്ച് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ സേവനം വളരെ പ്രധാനമാണ്, ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഇതിന്റെ ഉറവിടങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഇത് വിതരണ ശൃംഖലകളുണ്ട്, ആ ശൃംഖലകൾ വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇതൊരു മരണ സംസ്കാരത്തിലേക്ക് നമ്മുടെ കേരളം പൊയ്ക്കൊണ്ടിരിക്കും. തീർച്ചയായും ഈ റിപ്പോർട്ടർ ചാനൽ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന മുദ്രാവാക്യം പിടിച്ച് ഇത് കേരളത്തിലുടനീളം നടത്തുന്ന ഈ സമരം ഇത് വൻ വിജയമാകുമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പുള്ളത്. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ്. ഹാർബറിൽ നിന്ന് നേരെ കളിക്കളത്തിലേക്ക്. ക്രിക്കറ്റ് കളിക്കാൻ ടർഫിലെത്തിയ ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ക്യാമ്പയിന്റെ ഭാഗമായി. കളി ലഹരിയാക്കണമെന്ന സന്ദേശം ഉൾക്കൊണ്ട് അവർക്കൊപ്പം റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ ക്രീസിലിറങ്ങി. ഗുഡ് ബോൾ. ഒരു ബോളും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഗുഡ് ബോൾ. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ക്യാമ്പയിന്റെ ഭാഗമായി റിപ്പോർട്ടറിന് പിന്തുണ പ്രഖ്യാപിച്ചു. MLA-മാരായ M. വിൻസെന്റും ആന്റണി രാജുവും പിന്തുണ പ്രഖ്യാപിക്കാനെത്തിയിരുന്നു. വള്ളക്കടവ് സ്കൂളിലെ കുട്ടികളെ കണ്ട് ശംഖുമുഖം ബീച്ചിലൂടെ കവടിയാർ വഴി വാഹനം മാർ ഇവാനിയോസ് കോളേജിലെത്തിയപ്പോൾ പാട്ടുപാടി സ്വീകരിക്കാൻ കോളേജ് ഒന്നടങ്കമുണ്ടായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.